എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ സ്ട്രിക്ട്ലി MG യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ച് ഫോളോ ചെയ്യുന്ന വീഡിയോസാണ്. ഇപ്പം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിക്കാനുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് C++ എന്ന സബ്ജക്റ്റിൻ്റെ 5th മൊഡ്യൂളാണ്. ഇത് BCA സ്റ്റുഡൻസിനും BSc കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനും സെയിം സിലബസ് ആണ്. അപ്പം ഈ രണ്ട് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ PPTയും വീഡിയോയും രണ്ടും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി PPT ആവശ്യമുണ്ടെന്നുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മോഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പോയിന്റേഴ്സ്, വിർച്വൽ ഫങ്ഷൻസ്, പിന്നെ വിർച്വൽ ഫങ്ഷൻസ് ആൻഡ് പോളിമോർഫിസം ആൻഡ് വർക്കിംഗ് വിത്ത് ഫയൽസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു ഫസ്റ്റ് ടോപ്പിക്കാണ് പോയിന്റേഴ്സ്. അതാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ പോയിന്റേഴ്സിനെ കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഈ മോഡ്യൂളിലേക്ക് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ, അപ്പോൾ അതാദ്യം പറയാം. ഈ മോഡ്യൂളിൽ മെയിനായിട്ട് പോളിമോർഫിസത്തിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. പോളിമോർഫിസമിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂള് ക്ലാസ്സുകളിൽ എല്ലാവരും പഠിച്ചപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും. എന്താണ് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ? സിമ്പിൾ വേർഡ്സിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വൺ നെയിം മെനി ഫോംസ്. ഒരു പേര് പല രൂപങ്ങൾ അല്ലെങ്കിൽ പല ഭാവങ്ങൾ. അതാണ് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പോളിമോർഫിസം നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ പറയാം. കമ്പൈൽ ടൈം പോളിമോർഫിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും വെച്ചിട്ടാണ്. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്തായിരുന്നു? നമ്മൾ ഇപ്പൊ 5th മൊഡ്യൂളാണ്. 4th മൊഡ്യൂളിൽ നമ്മളത് പഠിച്ചതാണ്. 4th മൊഡ്യൂൾ ഫംഗ്ഷൻ ഓവർലോഡിങ്. 4th ആണോ 3rd ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ പഠിച്ചതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ തന്നെ പക്ഷെ പല കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മൾ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി, എന്നിട്ട് നമ്മൾ ആ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യും. അതായത് ഒരെണ്ണം 2 ഇൻഡിജേഴ്സ് ആഡ് ചെയ്യാൻ, ഒരെണ്ണം നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ. പക്ഷെ രണ്ട് ഫംഗ്ഷന്റെയും പേര് ആഡ് എന്നാണ്. അപ്പൊ ഈ മീനിങ് കൺവേ ചെയ്തില്ലേ? ഒരു പേര് പല രൂപം അല്ലെങ്കിൽ പല ഫംഗ്ഷനാലിറ്റീസ് അല്ലേ? ഓപ്പറേറ്റർ ഓവർലോഡിങ് അതുപോലെ തന്നെയാണ്. അതായത് ഇപ്പൊ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ്. പക്ഷെ നമുക്ക് ഈ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ കൊണ്ട് വേറെ പല ജോലികൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. അതിനുള്ളൊരു ഫീച്ചറാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. അപ്പൊ പ്ലസ് എന്ന് പറഞ്ഞ ഒരു നെയിം പല ഫോംസ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ്? കമ്പൈൽ ടൈം പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് അത് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയാൻ കാര്യം? കാരണം ഇപ്പൊ സം എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഫംഗ്ഷൻ നമ്മൾ കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ ഡിഫൈൻ ചെയ്ത് വെക്കുക അല്ലെ? കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പൈലറിന് അറിയാം ഇത് പോളിമോർഫിസം ആണ്, ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്, ഇതിന് 2 ഡെഫിനിഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കമ്പൈൽ ടൈമിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഈ പോളിമോർഫിസം. അതുകൊണ്ടാണ് ഇതിനെ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇനി റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ടൈമിൽ മാത്രമാണ് ഇത് പോളിമോർഫിസം ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും അങ്ങോട്ട് ഇംപ്ലിമെന്റ് ആവുന്നത്. ഓക്കെ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വിർച്വൽ ഫങ്ഷൻസ് ആണ്. അപ്പൊ അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി ഈ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് വേറെ 3 പേരുകളുണ്ട്: ഏർലി ബൈൻഡിങ്, സ്റ്റാറ്റിക് ബൈൻഡിങ് ആൻഡ് സ്റ്റാറ്റിക് ലിങ്കിങ്. ഏതൊക്കെയാണ്? ഏർലി ബൈൻഡിങ്, സ്റ്റാറ്റിക് ബൈൻഡിങ് ആൻഡ് സ്റ്റാറ്റിക് ലിങ്കിങ്. ഇനി റൺ ടൈം പോളിമോർഫിസത്തിന് 2 പേരുകളുണ്ട്: ഡൈനാമിക് ബൈൻഡിങ് ഓർ ലേറ്റ് ബൈൻഡിങ്. ഓക്കെ, ഇനി നമുക്ക് പോയിന്റേഴ്സിലേക്ക് കിടക്കാം. പോയിന്റേഴ്സ് നമ്മൾ C പഠിച്ചപ്പോൾ, അതായത് സെമിസ്റ്റർ 1 നമ്മൾ പഠിച്ചതാണ്. എന്നാലും നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ദാറ്റ് റെഫേഴ്സ് ടു another data type variable by storing its memory address rather than data. ഇച്ചിരി വലിയ ഇതായി പോയി. ഇച്ചിരി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ എന്ത് പറയും? പോയിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പോയിന്റർ എന്ന് നമ്മൾ മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അല്ലെ? എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ആളെ കാണിക്കുകയാണോ? ശരിക്കുള്ള ആളെ എവിടെയാണെന്ന് നമ്മൾ ചൂണ്ടുകയാണ് അല്ലെ? അപ്പോൾ pointer is similar to that. We are pointing to some other variables by using its memory address. അതായത് ഒരു ഡാറ്റയുടെ അല്ലെങ്കിൽ ഒരു വേരിയബിളിന്റെ മെമ്മറി അഡ്രസ്സിനെയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റർ വേരിയബിൾ ഡിഫൈൻസ് വേർ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് എ സ്പെസിഫിക് ഡാറ്റ വേരിയബിൾ ഇൻസ്റ്റെഡ് ഓഫ് ഡിഫൈനിങ് വാട്ട് ആക്ച്വൽ ഡാറ്റ. ആക്ച്വൽ ഡാറ്റ എന്താണെന്നല്ല പറയുന്നത്, ആ ഡാറ്റ എവിടെ കിട്ടും, ആ ഡാറ്റയുടെ വാല്യൂ എവിടെ കിട്ടും, ആ മെമ്മറി അഡ്രസ് ആണ് എന്തിൻ്റെ അകത്ത് പറയാം? പോയിന്ററിൻ്റെ അകത്ത് പറയാം.
ഡിക്ലെയറിംഗ് ആൻഡ് ഇനീഷ്യലൈസിംഗ് പോയിന്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ അങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതാണ് ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇന്റ് സ്റ്റാർ പി ടി ആർ ഇതാണ് ഒരു പോയിന്റർ വേരിയബിൾ. സ്റ്റാർ എന്ന് പറയുന്ന ഡീറഫറൻസിങ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യും. ഇനി എ എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിൾ ആണ്. എന്നിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞ ഇൻഡിജർ ഈ പോയിന്ററിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആണ്. എന്ന് വെച്ചാൽ ഈ പോയിന്ററിന് ഒരു ഇൻഡിജർ ഡാറ്റേനെയാണ് പോയിന്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊരു ഇൻഡിജർ പോയിന്റർ ആണ്. അപ്പൊ ഫ്ലോട്ടിംഗ് പോയിന്റ് പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റേനെ പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പൊ പി ടി ആർ ഇസ് ഈക്വൽ ടു ആംപസാൻഡ് എ എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ ഇൻഡിജറിന്റെ അഡ്രസ് എടുത്ത് ഈ പി ടി ആറിൽ ഈ പോയിന്ററിൽ സ്റ്റോർ ചെയ്തു. അപ്പൊ ഇപ്പൊ ഈ പി ടി ആർ പോയിന്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സിനെയാണ്. അപ്പൊ ഇപ്പൊ പി ടി ആർ ചൂണ്ടുന്നത് ആരെയാണ്? എയുടെ എ എന്ന് പറഞ്ഞ ഡാറ്റ തന്നെയാണ്. എയുടെ മെമ്മറി അഡ്രസ് ആരുടെയിലുണ്ട്? പി ടി ആറിന്റെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പോയിന്റർ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു പ്രോഗ്രാം ആണ്. void main int a is equal to 10 star ptr എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ptr എന്ന് പറയുന്ന ഒരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തു? ptr is equal to ampersand a, അതായത് എയുടെ അഡ്രസ് എ എന്ന് പറഞ്ഞ ഈ വേരിയബിളിന്റെ അഡ്രസ് ഇപ്പൊ എവിടെ സ്റ്റോർ ചെയ്തു? ptrൽ സ്റ്റോർ ചെയ്തു. ptr എന്ന് പറഞ്ഞ പോയിന്റർ ഇപ്പൊ എനെ പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? see out the value of a is equal to a. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? എ എന്ന് പറഞ്ഞ എയുടെ വാല്യൂ എന്താ? 10 ഔട്ട്പുട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ? സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കും? വെറുതെ പി ടി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എയുടെ അഡ്രസ് ആണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പോ ഈ അഡ്രസ്സിലുള്ള ഡാറ്റയാണ്. ഈ അഡ്രസ്സിലുള്ള ഡാറ്റ ഏതാണ്? 10 ആണ്. അത് നമ്മൾ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർ പി ടി ആർ ഇസ് ഈക്വൽ ടു സ്റ്റാർ പി ടി ആർ ബൈ 2. അപ്പൊ സ്റ്റാർ പി ടി ആദ്യം ഇതായിരിക്കും റിസോൾവ് ചെയ്യുക അല്ലെ. അപ്പൊ സ്റ്റാർ പി ടി ആർ എന്ന് പറയുന്നത് 10 ആണ്. 10/2 എന്ന് പറയുന്നത് എത്രയാണ്? 5. 5 എന്തിലേക്ക് സ്റ്റോർ ചെയ്യും? ഈ പി ടി ആറിന്റെ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദ വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്ന് നോക്കാം. ദ വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു 10, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താണ്? 10 ആണ്. അടുത്തത് വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു 5. കാരണം എന്താണ്? നമ്മൾ പോയിന്റർ യൂസ് ചെയ്ത് അതിന്റെ വാല്യൂ ഡിവൈഡ് ചെയ്തു 2 കൊണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. പോയിന്ററിലേക്ക് ഒരു വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ആംപർസാൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അതിനുശേഷം സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പോയിന്ററിന്റെ അഡ്രസ്സിലുള്ള ഡാറ്റേനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റർ എക്സ്പ്രഷൻസ് ആൻഡ് പോയിന്റർ അരിത്തമെറ്റിക്. പോയിന്റർ എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ പോയിന്ററിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. എ പോയിന്റർ ക്യാൻ ബി ഇൻക്രിമെന്റഡ് ഓർ ഡിക്രിമെന്റഡ്. അതായത് പി എന്ന് പറഞ്ഞൊരു പോയിന്റർ ഉണ്ടെങ്കിൽ നമുക്ക് പി പ്ലസ് പ്ലസ് എന്നും പി മൈനസ് മൈനസ് എന്നും എഴുതാൻ പറ്റും. ഇനി എനി ഇൻഡിജർ ക്യാൻ ബി ആഡഡ് ടു ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം എ പോയിന്റർ. അതായത് പി പ്ലസ് 5 എന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു പോയിന്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. വൺ പോയിന്റർ ക്യാൻ ബി സബ്ട്രാക്റ്റഡ് ഫ്രം അനദർ. അതായത് രണ്ട് പോയിന്റേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ഷൻ വേണമെങ്കിൽ ചെയ്യാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോയിന്റേഴ്സ് വിത്ത് അറേസ് ആണ്. അത് നമ്മളൊരു പ്രോഗ്രാമിലൂടെയാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ടർബോസി എടുത്തിട്ട് ആ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇതാ ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഒരു ഇൻഡിജർ ഇന്റ് മെയിൻ ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു അറേ ഉണ്ട്, ഇന്റ് നം. അതിൽ എന്തൊക്കെയുണ്ട്? 56, 75, 22, 18, 90 എന്ന് പറയുന്ന ഈ ഡാറ്റ ഈ നം എന്ന് പറഞ്ഞ അറേയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു, സ്റ്റാർ പി ടി ആർ. പിന്നെ ഒരു വേരിയബിൾ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? അറേ വാല്യൂസ് ജസ്റ്റ് നമ്മൾ ഈ അറേ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. അതായത് 4i is equal to 0, i less than 5, i plus plus, c out num of 5. അപ്പം ഈ അറേയിലുള്ള ഈ 56, 75, 22, 18, 19 എന്നൊക്കെ പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യും? ആദ്യം പ്രിന്റ് ചെയ്ത് കാണിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ അറേയുടെ ബേസ് അഡ്രസ്, അതായത് നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും. ഈ 56 എന്നുള്ളതാണ് ആദ്യത്തെ എലമെന്റ്. സ്റ്റാർട്ടിംഗ് എലമെന്റ് 56 ആണ്. ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഈ നം എന്ന് പറഞ്ഞതിൽ ഉണ്ടാവുക. അപ്പൊ ആ അഡ്രസ് എന്ത് ചെയ്തു? പി ടി ആറിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പൊ ഈ പി ടി ആർ എന്ന് പറയുന്ന പോയിന്റർ ഇപ്പൊ എന്തിനെ പോയിന്റ് ചെയ്യുന്നു? ഈ നം എന്ന് പറയുന്ന അറേനെ പോയിന്റ് ചെയ്യുന്നു.
ഇനി ഇതേ സെയിം സാധനം എങ്ങനെ നമുക്ക് പോയിന്റർ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാം, അതായത് ഈ സെയിം ലൈൻസ് തന്നെ നമുക്ക് എങ്ങനെ പോയിന്റർ യൂസ് ചെയ്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ലൈൻസിൽ. നോക്കിയേ, സി ഔട്ട് ദ അഡ്രസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പി ടി ആർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ വാല്യൂ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ പി ടി ആറും പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പി ടി ആർ എന്ന് പറയുന്നത് അഡ്രസ്സും, അതായത് ഈ 56ന്റെ അഡ്രസ്സ് ആദ്യം പ്രിന്റ് ചെയ്യും, അതിനുശേഷം 56. ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 5 പ്രാവശ്യം. അതിന്റെ ഒപ്പം തന്നെ പി ടി ആർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം പോയിന്റ് ചെയ്യുന്നത് ഇതിനെയാണെങ്കിൽ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അടുത്തത് പോയിന്റ് ചെയ്യുന്നത് ഇതിനെയായിരിക്കും, പിന്നെ ഇതിനെ. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വേരിയബിളിനെ നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. ഈ പി ടി ആർ പ്ലസ് പ്ലസ് വേണമെങ്കിൽ നമുക്ക് ഈ ഇവിടെ തന്നെ കോമ ഇട്ട്, ഇപ്പൊ ഞാൻ പോയിന്റർ വെച്ചിട്ടില്ല, മൗസ് പോയിന്റർ വെച്ചിട്ടുള്ള ഇവിടെ തന്നെ കോമ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ദ അറേ വാല്യൂസ് ആർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആദ്യം അറേയുടെ വാല്യൂസ് ഏറ്റവും ടോപ്പിൽ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അഡ്രസ്സും പിന്നെ വാല്യൂവും സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കുക, വാല്യൂസ് ഓഫ് അറേ ഇൻ ദ പോയിന്റ് വാല്യൂസ് ഇൻ ദ അറേ യൂസിങ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതും കാണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ PPT-യിലോട്ട് തിരിച്ചു വരാം. അതായിരുന്നു പ്രോഗ്രാം നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഇനി പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോയിന്റേഴ്സ് ആർ യൂസ്ഫുൾ ടു ക്രിയേറ്റ് അറേ ഡൈനാമിക്കലി. ഡൈനാമിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ MLOC CLOC എന്ന് പറയുന്ന ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ സെമിസ്റ്റർ 1 ഇത് MLOC CLOC ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഡൈനാമിക് ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേയുടെ സൈസ് ഓൾറെഡി പറയുന്നുണ്ട്, എന്നിട്ട് അത്രയും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പകരം ഇപ്പൊ യൂസറിന് 5 എലമെന്റ്സ് ആണ് വേണ്ടതെങ്കിൽ അത്രയും മാത്രം ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് MLOC CLOC ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത് പോയിന്റേഴ്സ് ടു അറേസ്. പോയിന്റേഴ്സ് ടു അറേ ആണ് നമ്മളിപ്പോൾ കണ്ടത് എന്ന് പറഞ്ഞാൽ പോയിന്റേഴ്സ് യൂസ്ഡ് ടു പോയിന്റ് an array of elements. പോയിന്റേഴ്സ് ടു ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻഡിജേഴ്സിനെ പോയിന്റ് ചെയ്യാനാണ്. പോയിന്റേഴ്സ് ടു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ പോയിന്റ് ചെയ്യാനാണ്. അപ്പൊ പോയിന്റർ ടു അറേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അറേനെ പോയിന്റ് ചെയ്യാനാണ്. ഇനി അറേ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പം രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവണ്ട. അറേ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സിമിലർ എലമെന്റ്സ്, അല്ലെ, സിമിലർ ഡാറ്റ ടൈപ്പ് ഉള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ്, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അറേ ഓഫ് പോയിന്റേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോയിന്റേഴ്സ്. അപ്പോൾ അറേ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് പോയിന്റേഴ്സ്. ദ അറേ എലമെന്റ്സ്, ഇവിടുത്തെ അറേ എലമെന്റ്സ് എന്താണ്, ഓരോ എലമെന്റും ഓരോ പോയിന്റർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിപ്പോ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ തെറ്റിപ്പോണ്ട. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമും കൂടെ നോക്കാം. പോയിന്റർ ടു ഫങ്ഷൻസ് ആണ്. പോയിന്റർ ടു ഫങ്ഷൻസിന്റെ പ്രോഗ്രാം നമുക്ക് ആദ്യം നോക്കാം, അതിനുശേഷം ബാക്കി പ്രോഗ്രാമിലേക്ക് വരാം. ഇപ്പോൾ അറേ ഓഫ് പോയിന്റേഴ്സിന്റെ പ്രോഗ്രാം, അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒബ്ജക്റ്റിനെയൊക്കെ പോയിന്റ് ചെയ്തതിന് ശേഷം അത് പറയാം. അപ്പം എന്താ, പോയിന്റർ ടു ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കിക്കോ, ഇപ്പം കേഴ്സർ ഞാൻ ഇപ്പം ഹൈലൈറ്റ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് ഇതൊരു ഫംഗ്ഷൻ ആണ്, void add. അതിന് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, int iയും int jയും. അടുത്ത വേറൊരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, void sub. അവിടെ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, int I and int j. ഇതൊക്കെ എന്തിനാന്ന് നോക്കി, ഇതിൻ്റെ അകത്ത് എന്താ ചെയ്തിരിക്കുന്നത്, c out I is equal I, പിന്നെ മൈനസ്, പിന്നെ j. എന്നിട്ട് എന്താ ചെയ്യുന്നത്, I മൈനസ് j. അതായത് ഐയും ജെയും ഈ ഫംഗ്ഷനിലേക്ക് കൊടുത്ത് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് കാണിക്കും. ഇവിടെ ഐയും ജെയും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സം എന്താണെന്ന് കാണിക്കും. അതിന് മുൻപായിട്ട് നമ്മൾ ഒരു ലൈൻ എഴുതിയിട്ടുണ്ട്, അത് എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫംഗ്ഷൻ പോയിന്റർ ആണ്. അതായത് ഇതൊരു വോയിഡ്, റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ല, പക്ഷെ ഇവിടെ 2 സ്ഥലത്തും അങ്ങനെ തന്നെയാണ്, റിട്ടേൺ ടൈപ്പ് ഇല്ല. പിന്നെ ഒരു ഫംഗ്ഷൻ പോയിന്റർ ഉണ്ട്, അതിന് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ഫംഗ്ഷൻ പോയിന്റർ ആണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ഡെഫ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ലോങ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ഡെഫ് കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടൈപ്പ് ആയിട്ടാണ് ഈ ഫംഗ്ഷൻ. ടൈപ്പ് ഡെഫ് എന്തിനാണ്, ന്യൂ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ പോയിന്ററിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പുതിയൊരു ഡാറ്റ ടൈപ്പ് ആയിട്ടാണ്. അപ്പൊ ഇത് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഈ ഫംഗ്ഷൻ പോയിന്റർ നമ്മൾ സിയില് SM1 പഠിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഫംഗ്ഷൻ പോയിന്റർ PTR അതായത് ഈ ഒരു ഫംഗ്ഷൻ പോയിന്ററിന്റെ ഒരു ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്തു, ടൈപ്പ് ഡെഫ് ചെയ്തിട്ടുണ്ട് ഫംഗ്ഷൻ പോയിന്റർ. അപ്പൊ ഫംഗ്ഷൻ പോയിന്റർ PTR. അപ്പൊ PTR എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷൻ പോയിന്റർ ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, PTR is equal to ampersand add. ഇപ്പൊ PTR പോയിന്റ് ചെയ്യുന്നത് എന്തിനാണ്, ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ്. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്, PTR1,2. അപ്പൊ PTR1,2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ അഡീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് കോൾ ആവുന്നത്. അതിനുശേഷം പിന്നെ PTR ആ സെയിം പോയിന്റർ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആംപർസാൻഡ് സബ്ട്രാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അഡ്രസ് അതിലേക്ക് പാസ് ചെയ്തു. PTR 3-2 ചെയ്യുന്നുണ്ട്, 3,2 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് കാണിക്കും. ഇതിന്റെ എന്താ റിസൾട്ട് എന്താണെന്ന് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് PTR 1,2 കൊടുത്തപ്പോഴത്തേക്കും അത് 1+2 3 എന്ന് ഔട്ട്പുട്ട് കാണിച്ചു. അതിനുശേഷം PTRന്റെ പോയിന്റ് ചെയ്യുന്നത് സബ്ട്രാക്ടിനെ ആക്കി. അതിനുശേഷം നമ്മൾ PTR 3,2 കൊടുത്തു. അപ്പൊ 3-2 ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും കാണിച്ചു. അപ്പൊ ഇത് പോയിന്ററും ഫംഗ്ഷനും എങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് പോയിന്റർ ടു ഒബ്ജക്ട്സ്. അതായത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസിന്റെ ആണ് നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ക്ലാസിന്റെ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് ബീൻ ആക്സസിങ് ദ മെമ്പേഴ്സ് ഓഫ് എൻ ഒബ്ജക്ട് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ്. ഇപ്പൊ ഒരു ക്ലാസ് ഉണ്ട് ഐറ്റം, അതിലൊരു ഒബ്ജക്റ്റ് ഉണ്ട് കോഡ് എന്ന് പറയുന്നത്, ആൻഡ് പ്രൈസ്. നമ്മൾ എന്താ ചെയ്യുക, ഐറ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും എന്നിട്ട് ഐ ഡോട്ട് കോഡ് എന്നും ഐ ഡോട്ട് പ്രൈസ് എന്നുമായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു പോയിന്റർ അതിന് നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു ആക്സസ് എ മെമ്പർ ഓഫ് എൻ ഒബ്ജക്ട് വയ എ പോയിന്റർ ടു ദാറ്റ് ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന് ഒരു പോയിന്റർ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആരോ ഓപ്പറേറ്റർ ആണ്. ആരോ ഓപ്പറേറ്റർ ആണ്, ഡോട്ട് അല്ല. ഇത് ഇനി അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് ഒന്ന് പ്രോഗ്രാം നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. പ്രോഗ്രാം നോക്കിയേ. ക്ലാസ് ഐറ്റം എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് 2 പ്രൈവറ്റ് മെമ്പേഴ്സ് ഉണ്ട്, കോഡും പ്രൈസും. നമ്മൾ വോയിഡ് ഗെറ്റ് ഡാറ്റ ഇന്റ് എ ഫ്ലോട്ട് ബി. അപ്പൊ നമ്മൾ ഈ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, 2 പാരാമീറ്റേഴ്സ് അതിന് കിട്ടും. അത് രണ്ടും എന്തിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യും, ഈ കോഡിനും ഈ പ്രൈസിനും കൊടുക്കും അല്ലെ. എ എന്ന് പറഞ്ഞ വാല്യൂ കോഡിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്, ബി എന്ന് പറഞ്ഞ വാല്യൂ പ്രൈസിലേക്കും അസൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ചെയ്തിരിക്കുന്നത്, ആ കോഡിന്റെ വാല്യൂ എന്താണെന്നും പ്രൈസിന്റെ വാല്യൂ എന്താണെന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ പക്ഷെ ക്ലാസ് ഐറ്റം പോയിന്റർ ആയിട്ടാണ് ചെയ്തത്, *p ന്യൂ ഐറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഐറ്റം എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, പക്ഷെ അതൊരു പോയിന്റർ ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, p ആരോ മാർക്ക് ഗെറ്റ് ഡാറ്റ 2 വാല്യൂ കൊടുത്തു, 1ഉം 100ഉം. എന്നിട്ട് p ഡോട്ട് ഷോ, p ആരോ മാർക്ക് ഷോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കോഡ് 1 എന്നും ഷോയിൽ എന്താ ചെയ്യുക, 1 എന്നും 100 എന്നും കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം നമുക്ക് പോയിന്റർ യൂസ് ചെയ്തിട്ട് ക്ലാസ്സിന് നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഇസ് സിമിലർ ടു ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിക്കാം.
ഞാൻ ഒരു സാധാരണ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് പോയിന്റർ അല്ല, ചുമ്മാ സാധാരണ ഒബ്ജക്റ്റ്. എന്നിട്ട് നമ്മൾ ഡാറ്റ ഫങ്ഷൻസ് എന്താ ഗെറ്റ് ഡാറ്റയും കൊടുത്തു. സേവ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എറേഴ്സ് ഉണ്ട്. സക്സസ് ആയി. ചുമ്മാ ഐറ്റം കൊടുത്താൽ മതിയായിരുന്നു. അതിനുശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം പോയിന്റർ വെച്ചിട്ടുള്ള ഔട്ട്പുട്ടും കിട്ടി, പോയിന്റർ ഇല്ലാത്ത സാധാരണ ഒബ്ജക്റ്റ് ആയപ്പോഴുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇപ്പൊ കിട്ടി. അപ്പൊ രണ്ടും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഒന്ന് പോയിന്റർ ഉപയോഗിച്ചാണെന്നും മറ്റത് അല്ലാതെയാണെന്നും മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ദിസ് പോയിന്റർ ആണ്. ദിസ് പോയിന്റർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C++ use a unique keyword called this to represent an object that invokes a member function. ഇനി അടുത്തൊരു ലൈൻ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആ. This is a pointer that points to the object for which this function was called. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നോക്കൂ, ഇവിടെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ക്ലാസ് ABC. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇൻറ്റ് എ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എൻ്റെ അകത്ത് എന്തൊക്കെയോ പിന്നെ ഉണ്ട്, ഞാനത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇനി അസ്യൂം ദാറ്റ് ഇൻസൈഡ് എ മെമ്പർ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾ എ ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി. ലൈക്ക് ഒരു മെമ്പർ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് എ ഈസ് ഈക്വൽ ടു 1 2 3 എന്ന് വേണമെങ്കിൽ അസൈൻ ചെയ്യാം അല്ലേ. ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് 1 2 3 കൊടുക്കാം. അപ്പൊ ദിസ് പോയിന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, ആ മെമ്പർ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിലാണോ ഉള്ളത് ആ ക്ലാസ്സിനെ ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ അത് ഏത് മെമ്പർ ഫംഗ്ഷന്റെ ഉള്ളിലാണോ യൂസ് ചെയ്തിട്ടുള്ളത് ആ മെമ്പർ ഫംഗ്ഷൻ മെമ്പർ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിലാണോ ഡിഫൈൻ ചെയ്തത് ആ ക്ലാസ്സിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് പോയിന്റ് ചെയ്യുന്നത്. അതായത് അപ്പൊ അതൊന്നും കൂടെ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാവും. ദിസ് ഇസ് എ പോയിന്റർ ദാറ്റ് പോയിന്റ്സ് ടു ദ ഒബ്ജക്ട് ഫോർ വിച്ച് ദിസ് ഫംഗ്ഷൻ വാസ് കോൾഡ്. അതായത് ആ ഫംഗ്ഷൻ ഏത് ഒബ്ജക്റ്റിനെ ഉദ്ദേശിച്ചാണ് വിളിക്കുന്നത് ആ പെർട്ടിക്കുലർ ഇതിന്റെ ആയിരിക്കും ദിസ് എന്ന് പറയുന്ന പോയിന്റർ. അപ്പൊ ഈ എക്സാമ്പിളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റർ ടു ഡിറൈവ്ഡ് ക്ലാസ്സസ്. അതായത് ഇത് ലാസ്റ്റ് ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. പോയിന്റർ ടു ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഇൻഹെറിറ്റൻസിൽ. അപ്പം നമ്മളിപ്പോ ഒരു ബേസ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു പോയിന്ററിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ എ പോയിന്റർ ഓഫ് വൺ ടൈപ്പ് കനോട്ട് പോയിന്റ് ടു അനദർ ഒബ്ജക്ട് ഓഫ് അനദർ ടൈപ്പ്. അതായത് ഒരു ഇന്റിജർ പോയിന്ററിന് വേറൊരു ഡാറ്റ ടൈപ്പിന്റെ പോയിന്ററിനെ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്ലാസിന്റെ കാര്യത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ബേസ് ക്ലാസിന്റെ പോയിന്ററിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. However, base class pointers and derived objects are the exceptions to this rule. In C++, a base class pointer can also be used to point to an object of any derived class from that base class. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. For example, assume that you have a base class called B and a subclass called D, which is derived from B. Any pointer declared to B can also be used to point an object of B. അതായത് ബി എന്ന് പറഞ്ഞൊരു ബേസ് ക്ലാസ് ഉണ്ട്, ഡി എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. അപ്പൊ ബി എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിന് നമ്മൾ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്താൽ ആ പോയിന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ ബി യൂസ്ഡ് ടു പോയിന്റ് ഡി. ഡിനെ പോയിന്റ് ചെയ്യാൻ ഈ സെയിം ബേസ് ക്ലാസിന്റെ പോയിന്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബി സ്റ്റാർ പി എന്ന് പറയുന്നത് എന്താണ്, പോയിന്റർ ടു ദ ഒബ്ജക്റ്റ് ഓഫ് ടൈപ്പ് ബി. ബി എന്ന് പറഞ്ഞ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. ബിയുടെ ഒബ്ജക്റ്റ്, ഡിയുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പൊ ബി എന്ന് പറഞ്ഞത് ബി എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിന് ഒരു പോയിന്റർ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ബി എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിന് ഒരു സാധാരണ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഡി എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ബി ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് ബേസ് ഒബ്ജക്റ്റ്. അതായത് ഈ ബേസ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റിനെ അതിൻ്റെ അകത്തേക്ക് പോയിന്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ പി ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് ഡി ഒബ്ജക്ട്. ഇപ്പൊ പി എന്തിനാണ് പോയിന്റ് ചെയ്യുന്നത്, പി പോയിന്റ്സ് ടു ഒബ്ജക്ട് ഡി വിച്ച് ഈസ് ആൻ ഒബ്ജക്ട് ഡിറൈവ്ഡ് ഫ്രം ബി. ബിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഡിയുടെ ഒബ്ജക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇതിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് നോക്കാം. പറഞ്ഞ ബേസ് ക്ലാസ് ഉണ്ട്, ഡി എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. ബേസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇന്റ് ബി എന്ന് പറയുന്നതും ഷോ എന്ന് പറയുന്ന രണ്ട് മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്ലാസ്സിലും രണ്ട് മെമ്പേഴ്സ് ഉണ്ട്, ഡി എന്ന് പറയുന്ന ഒരു മെമ്പറും ഷോ എന്ന് പറയുന്ന ഇത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? മെയിൻ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. മെയിൻ ഫംഗ്ഷൻ്റെ അത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബേസ് ക്ലാസ് ബിയുടെ ഒരു പോയിന്റർ ഉണ്ടാക്കി, സ്റ്റാർ ബി പി ടി ആർ എന്ന് പറയുന്നത്. അതിനുശേഷം ബേസ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബേസ് ക്ലാസിന്റെ ഈ ഒബ്ജക്റ്റിന്റെ അഡ്രസ് എടുത്തിട്ട് ഈ പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബി പി ടി ആർ ബി ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ബേസ് ക്ലാസ് ബിയുടെ ഈ എലമെന്റ്, ഈ ഐറ്റത്തിലേക്ക് എന്ത് സംഭവിക്കും? 10 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആവും. ഈ ബി, ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഈ ബി, അതായത് ഈ ബേസ് ക്ലാസിന്റെ ഈ ഡാറ്റ മെമ്പറിലേക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആവും. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്? സി ഔട്ട് എൻ ബി പി ടി ആർ, അതായത് ബേസ് പോയിന്ററിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ബി പി ടി ആർ ഷോ വിളിച്ചിരിക്കുകയാണ്, ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പൊ ബിയുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കും. അതിനുശേഷം ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഡിറൈവ്ഡ് ബി പി ടി ആർ ഇസ് ഈക്വൽ ടു ആംപർസാൻഡ് ഡിറൈവ്ഡ്, അതായത് ഈ സെയിം പോയിന്ററിലേക്ക് തന്നെ ഇതിന്റെ ഈ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ്സും സ്റ്റോർ ചെയ്തു. അതിനുശേഷം ബി പി ടി ആർ ബി ഇസ് ഈക്വൽ ടു 200 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇപ്പോഴും ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ വാല്യൂ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ വാല്യൂ ആണ് എന്താക്കിയിരിക്കുന്നത്? 200 ആക്കി കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇപ്പൊ നമുക്ക് ഈ ബി പി ടി ആറിനെ കൊണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സിനെ പോയിന്റ് ചെയ്യിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബി പി ടി ആറിനെ കൊണ്ടിട്ട് നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ഇങ്ങനെ ബി പി ടി ആർ ഓഫ് ഡി ഇസ് ഈക്വൽ ടു 300 ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്? ബി പി ടി ആർ എന്ന് പറയുന്നത് ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണല്ലേ, അതിന് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡാറ്റ ഐറ്റത്തിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് റോങ് ആണ്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? എറർ ആണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ബേസ് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന് എന്തെങ്കിലും ചേഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ മാത്രമേ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഡാറ്റ മെമ്പറിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബേസ് ക്ലാസിന്റെ പോയിന്റർ വെച്ചിട്ട് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡാറ്റ മെമ്പറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ അത് ക്ലിയർ സ്ക്രീൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് മുൻപത്തെ ഔട്ട്പുട്ടും അതിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്, കോഡ് 1ഉം ഇതും. നമുക്ക് വേണമെങ്കിൽ ക്ലിയർ സ്ക്രീൻ ചെയ്തിട്ട് തിരിച്ചു വരാം. സേവ് ചെയ്യാം. മുൻപത്തെ ഇത് ഔട്ട്പുട്ട് പോയി. ഇപ്പൊ എന്താണ് കാണിച്ചിരിക്കുന്നത്? ബി പി ടി ആർ ഒബ്ജക്ട് പോയിന്റ്സ് ടു 10ഉം ഡി പി ടി ആർ ഡിറൈവ്ഡ് പോയിന്റർ ഒബ്ജക്ട് എന്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്? 200 അല്ല 300. അതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാമും കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം. ഇവിടെ സിറ്റി എന്ന് പറയുന്ന ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സിറ്റി എന്ന് പറയുന്ന ക്ലാസ്സിൽ രണ്ട് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. നെയിം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അതൊരു പോയിന്റർ ആണ്, പിന്നെ അതിന്റെ ലെങ്ത്തും. എന്നിട്ട് നമ്മൾ സിറ്റി എന്ന് പറയുന്ന ക്ലാസിന്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നത്? ലെങ്ത്തിനെ 0 ആക്കും. ഈ സിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിന് മെമ്മറി ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതായത് 0+1, ലെങ്ത്തിന്റെ വാല്യൂ 0, 0+1, അതായത് ഒരു ബൈറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് അതിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ക്യാരക്ടർ സ്റ്റാർ എസ്, ഒരു ടെമ്പററി ആയിട്ട് ഒരു എസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ന്യൂ 30, അതായത് 30 സ്പേസ് അലോക്കേറ്റ് ചെയ്തു ക്യാരക്ടറിന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സി ഔട്ട് എൻ്റർ സിറ്റി നെയിം, സീൻ എസ്. അപ്പൊ ഈ എസ്സിൽ ഇപ്പൊ എന്തുണ്ട്? നമ്മൾ കൊടുക്കുന്ന സിറ്റി നെയിം ഉണ്ട്. അതിന്റെ ലെങ്ത് നമ്മൾ ഈ ലെനിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആവശ്യം len+1, അതായത് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഡൽഹി എന്നാണെങ്കിൽ ഡൽഹിക്ക് 5 ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് +1.
അതെന്തിനായിരിക്കും ഒരു ക്യാരക്ടർ എക്സ്ട്രാ അലോക്കേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ എന്ത് സ്റ്റോർ ചെയ്യാനാണ്? എൻഡ് ഓഫ് ദ സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ലെങ്ത് +1 മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം ഈ നെയിമിലേക്ക് strcpy നെയിം എസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഈ എസിൽ എന്താ ഉള്ളത്? നമ്മൾ കൊടുത്ത ഡൽഹി ഉണ്ട്. അതിപ്പോൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു? ഈ നെയിമിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം പ്രിന്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. പ്രിന്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അതിനുശേഷം നമ്മൾ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനിൽ എന്താ ചെയ്തിട്ടുള്ളത്? സിറ്റി *ptr10. എന്നിട്ട് അതിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതൊരു അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. സിറ്റി എന്ന് പറഞ്ഞ ക്ലാസ്സിനെ പോയിന്റ് ചെയ്യാനുള്ള അറേകളുടെ ഒരു കളക്ഷൻ ആണ്. അപ്പോൾ ഇത് ഒരു അറേ ഓഫ് പോയിന്റേഴ്സിന് എക്സാമ്പിൾ ആണ്. എന്നിട്ട് നമ്മൾ ഇൻറ്റ് n ചെയ്തിട്ടുണ്ട്, 1 ആക്കി വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇൻറ്റ് cptr ഓഫ് n എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ഇസ് ഈക്വൽ ടു ന്യൂ സിറ്റി. അതായത് ഒബ്ജക്റ്റിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഒബ്ജക്റ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? cptr get name എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേക്കും ഒരു സിറ്റിയുടെ നെയിം എൻ്റർ ചെയ്യാൻ നമ്മളോട് ചോദിക്കും. അതിന് എൻ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? എന്നിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. എന്നിട്ട് നമ്മളോട് യൂസറിനോട് ചോദിക്കും, ഡു യു വാണ്ട് ടു എൻ്റർ വൺ മോർ സിറ്റി നെയിം? ഒരു സിറ്റിയുടെ പേരും കൂടെ എൻ്റർ ചെയ്യണോ എന്ന്. അപ്പോൾ എൻ്റർ ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ അടുത്ത സിറ്റിയുടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? അടുത്ത സിറ്റിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഡൈനാമിക് ആയിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസറിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒബ്ജക്റ്റിന്റെ മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോഗ്രാം ചെയ്യാം. ഈ പ്രോഗ്രാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ptr എത്ര എണ്ണം ഉണ്ടോ അത്രയും അതിന്റെ പ്രിന്റ് നെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഡൽഹി എന്ന് പറയുന്ന സിറ്റിയുടെ പേര് കൊടുക്കാം. അപ്പൊ എന്നോട് ചോദിച്ചു, ഡു യു വാണ്ട് ടു എൻ്റർ വൺ മോർ സിറ്റി? ഞാൻ യെസ് കൊടുത്തു. അപ്പൊ അടുത്ത സിറ്റിയുടെ പേര് ചോദിച്ചിരിക്കുകയാണ്, കൊച്ചി കൊടുക്കാം, നമ്മുടെ നാടല്ലേ. അപ്പൊ വീണ്ടും ചോദിച്ചു 1 വേണോ 0 വേണോ? വീണ്ടും 1 കൊടുക്കാം. വേറെ എന്ത് കൊടുക്കണം? ബാംഗ്ലൂർ കൊടുക്കാം. സ്പെല്ലിംഗ് ഇത് മതിയല്ലോ. ബാംഗ്ലൂർ കൊടുത്തു. അപ്പൊ 3 സിറ്റിയുടെ പേര് കൊടുത്തു. എനിക്കിനി വേണ്ട, ഞാൻ 0 കൊടുക്കുകയാണ്. 0 കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സിറ്റിയുടെ പേര് അത് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ. അപ്പം ഇത് ഈ പ്രോഗ്രാം പറഞ്ഞത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പോയിന്റർ ടു ക്ലാസ് വരുന്നുണ്ട്, അറേ ഓഫ് പോയിന്റേഴ്സ് വരുന്നുണ്ട്. ഈ cptr എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിനെ പോയിന്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല അതൊരു അറേയും കൂടെയാണ്. അതായത് ഈ അറേ മൊത്തം ക്ലാസ് പോയിന്റേഴ്സിന്റെ ഒരു കളക്ഷനും കൂടെയാണ്. അപ്പൊ ഈ എക്സാമ്പിളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കമന്റ് ബോക്സിൽ അത് കമന്റ് ആയിട്ട് ഇടാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഇനി PPT ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുത്ത PPT നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും കമന്റ് ചെയ്താൽ മതി, ഞാൻ അത് നിങ്ങൾക്ക് മെയിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോസും എല്ലാം കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു സോ മച്ച്.